ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് ഓവർവ്യൂ. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 12,461 197 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 42,597 704 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ആൻഡ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 27,534 735 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റി ഇൻഡിവിജ്വലായിട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 12,263 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 12,399. നല്ലൊരു ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 12,474 ആൻഡ് ഡേ ലോ വാസ് 12,367. നിഫ്റ്റിനെ ഹെൽപ്പ് ചെയ്തതിൻ്റെ പ്രധാന ഘടകം ഡെഫിനറ്റ്ലി ജോ ബൈഡൻ തന്നെ ഇന്ന് ഒരു ക്ലിയർ മെജോറിറ്റി വിൻ, വാട്ട് യു കോൾ ഡെമോക്രാറ്റിക്. ഓക്കെ, സോ ആൻഡ് ഡെഫിനറ്റ്ലി പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസ് ഇതെല്ലാം ശരിക്കും അപ്ലിഫ്റ്റ് ചെയ്തു നിഫ്റ്റീനെ. ആൻഡ് നമ്മളെല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്തു. ട്രേഡേഴ്സ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ ഓക്കെ, ഒരു പ്രീവിയസ് ലൈഫ് ഹൈ ഉണ്ടായിരുന്ന 12,430 അത് ക്രോസ് ചെയ്യാനുള്ള ഒരു ശ്രമം നിഫ്റ്റി ഈസി ആയിട്ട് നിന്ന് നടത്തുകയും അത് ഭംഗിയായിട്ട് ക്രോസ് ചെയ്ത് പോവുകയും ചെയ്തു. ആൻഡ് പ്ലസ് ഒരു കംഫർട്ടബിൾ സോണിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഇസ് 12,461. ആൻഡ് ഇറ്റ് സീംസ് ടു ബി ഒരു ഓവർ ബോട്ട് ഏരിയ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് ഷോർട്ട് എടുക്കണം എന്നല്ല പറയുന്നത്. ട്രേഡേഴ്സ് ഷുഡ് കീപ്പ് എന്താ പറയുക, ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തിട്ട് നിൽക്കുക, ദാറ്റ്സ് ഓൾ. ഒരു ന്യൂട്രൽ മോഡിൽ നിൽക്കുക. ആൻഡ് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ചാൻസസ് ഇല്ലാതില്ല. ഓഫ് കോഴ്സ് ഇതൊരു ഓവർ ബോട്ട് സോണിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഇനി ബുൾസ് വീണ്ടും ഒരു ചാർജിങ് നടത്തുകയാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ കാണപ്പെടുന്നത് 12,650 12,700 ആ ഒരു ലെവലാണ്. ആൻഡ് ഒരു 12,260 താഴെ ക്ലോസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഡൗൺ സ്വിങ്ങിനുള്ള സാധ്യതയും ഇല്ലാതില്ല. ഇന്ത്യ വിക്സിൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായി മാർക്കറ്റിന്, നിഫ്റ്റിക്ക്. ബിക്കോസ് ഇന്നും ഫെൽ ബൈ 1.89% ഇന്ത്യ വിക്സ്. ആൻഡ് കഴിഞ്ഞൊരു 3-4 സെഷനിൽ ഇന്ത്യ വിക്സ് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് വോളറ്റിലിറ്റി വളരെ കുറവായിരുന്നു. നിങ്ങൾക്ക് മാർക്കറ്റ് ചെക്ക് ചെയ്താൽ അറിയാം, ഇന്നും ഇന്നലെയും മിഞ്ഞാന്തി മാർക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗ്രാജുവലി വോളറ്റിലിറ്റി കുറവായിട്ട് ഒരു സ്റ്റേബിൾ മോഡിലേക്ക് അതിനെ കൊണ്ടുവന്ന് എത്തിക്കുകയായിരുന്നു. ആൻഡ് ഇന്ന് ഒരു പുതിയൊരു ലൈഫ് ടൈം ഹൈയിൽ നിഫ്റ്റി എത്തി നിൽക്കുന്നു. ഓപ്ഷൻ ചെയിനിലും കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഹൈസ്റ്റ് കാണിക്കുന്നത് 13,000-ലാണ്. സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 12,500. ആൻഡ് പുട്ടിൻ്റെ 12,000-ലും ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 11,000-ലുമാണ്. ആൻഡ് പുട്ടിൻ്റെ മാക്സിമം റൈറ്റിംഗ് കാണാൻ സാധിക്കുന്നത് 12,000-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 12,400-ലും. അതേസമയം കോളിൻ്റെ 12,900-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,000-ലും. സോ ഒരു ട്രേഡിംഗ് റേഞ്ച് കാണിക്കുന്നത് 11,800 to 12,500 അക്കോർഡിംഗ് ടു ഓപ്ഷൻ ഡാറ്റ. ദാറ്റ്സ് ഇറ്റ് ഫോർ നിഫ്റ്റി. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത് ഒരു ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ട് 27,088 ആൻഡ് ഒരു കണ്ടിന്യൂസ് ഒരു പോസിറ്റീവ് മൊമെൻറ്റം ആയിരുന്നു. ആൻഡ് ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 27,595 ആൻഡ് ഇറ്റ് ക്ലോസ്ഡ് 27,534, വിച്ച് ഈസ് 735 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ആൻഡ് ഇന്നും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്, അതായത് സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയിലും ഫോം ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് ലെവൽ ഫസ്റ്റ് കാണിക്കുന്നത് 27,000-ആണ്. ആൻഡ് സെക്കൻഡ് ലെവൽ ഈസ് 26,800. ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഷുഡ് ഹോൾഡ് അബൌട്ട് 27,100. ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം, ഹോൾഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഒരു 28,000-ലേക്കുള്ളൊരു ഒരു ഫാസ്റ്റ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. ദാറ്റ്സ് ഇറ്റ് ഫോർ ബാങ്ക് നിഫ്റ്റി. ആൻഡ് ഇന്നത്തെ ഒരു പോസിറ്റീവ് സെറ്റപ്പ് കാണാൻ സാധിച്ചത് സ്റ്റോക്കുകളിലാണ്. ഡിവിസ് ലാബ്, മദർ ആൻഡ് സുമി, ആക്സിസ് ബാങ്ക്, വോൾട്ടാസ്, ഭാരതി എയർടെൽ, ICICI ബാങ്ക്, ഇന്റർഗ്ലോബൽ ഏവിയേഷൻ, ജുബിലന്റ് ഫുഡ് എസ്കോർട്സ്, ഹിൻഡാൽകോ, SRF, HDFC ബാങ്ക്, ടെക് മഹീന്ദ്ര, ടൈറ്റാൻ, റിലയൻസ്, അപ്പോളോ ടയേഴ്സ് എക്സെട്ര. ആൻഡ് ഒരു നെഗറ്റീവായിട്ട് ഉണ്ടായിരുന്നത് അത്ര പറയത്തക്കില്ലെങ്കിലും ഗ്ലെൻമാർക്ക്, സിപ്ല, ഭാരതി എയർടെൽ എക്സെട്ര. FI's buy value 4,548, DA's sell value -3,036. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഫ്യൂച്ചേഴ്സ് ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ SGX നിഫ്റ്റി കാണിക്കുന്നത് 442+ ആണ്, അതായത് 12,703-ലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്സ് ആർ ഫ്ലൈയിങ്, മൈ ഗോഡ്. ആൻഡ് ഡോ ജോൺസ് നോക്കുമ്പോൾ 1,300+,
29,500 സോറി 29,400 സംതിങ്ങിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് നൗ ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്. ഈ ഒരു മൂവ് നാളെ വരെ കണ്ടിന്യൂ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു ക്രോസ് വെരി സൂൺ 13,000. ഫ്രണ്ട്സ്, ഇങ്ങനത്തെ ഒരു സർജിന് കാരണമായിട്ട് മീൻസ് ന്യൂസിൽ കാണിക്കുന്നത് തേർഡ് സ്റ്റേജ് വാക്സിൻ സക്സസ് ആയി എന്നുള്ളൊരു ന്യൂസാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് കൊറോണയ്ക്ക് മരുന്ന് ഏകദേശം കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്ന് അതിൻ്റെ അർത്ഥം. അതായത് തേർഡ് ലെവലും ആ ട്രയൽസും സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന്. സോ ഫ്രണ്ട്സ്, ബി റെഡി ഫോർ നെക്സ്റ്റ് റാലി. അങ്ങനെ പ്രതീക്ഷിക്കാം. This all based on my view. My view can get wrong. So please consult with your financial advisor before you enter the market or trade. And friends, ഒരു രക്ഷയില്ലട്ടാ, സബ്സ്ക്രിപ്ഷനൊന്നും വരുന്നില്ല. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, ഷെയർ ഇറ്റ്. മണി എന്തായാലും അടിച്ചോളൂ. ടിൻഡിങ്. ഹാപ്പി ട്രേഡിങ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.